ഹലോ എവ്രി വൺ. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കാണുന്നത്. ഞങ്ങൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോള് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ വന്ദേ ഭാരത്തിൽ കയറ്റി വിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏർലി മോർണിംഗ് ഒരു 5:40 ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്നാണ് 7:45 അപ്പോൾ അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏർലി മോർണിംഗ് മഴയില്ല, ഭാഗ്യത്തിന് നല്ല ക്ലൗഡിയൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ സീനറീസും നല്ല ബ്യൂട്ടിഫുള്ളാണ്. കണ്ടില്ലേ, മലകളൊക്കെ എന്ത് നല്ല ഭംഗിയിലാണ്, ചെയിൻ ഓഫ് മൗണ്ടൻസ് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ സ്റ്റേഷനിൽ മോളെ ആക്കിയിട്ട് വേണം എനിക്ക് 2 പ്രോഗ്രാമാണ് ഉള്ളത്. ഒന്ന് മരുതമലയിൽ പോയിട്ട് തൊഴണം, പിന്നെ ഒന്ന് പേരൂർ അമ്പലത്തിലും പോയിട്ട് തൊഴണം. ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ആദ്യം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ ഞങ്ങൾ ഇങ്ങനെ പാലക്കാട് കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂർ എത്തി. ഇതിപ്പോൾ ഉക്കടത്തിൻ്റെ അവിടെ ഫ്ലൈ ഓവറിൻ്റെ പണിക്ക് കഴിഞ്ഞു തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏർലി മോർണിംഗ് ആയത് കാരണം ട്രാഫിക്കും അധികം ഇല്ല. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ടായിരുന്നു നമ്മുടെ ജേണി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തി. അങ്ങനെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്റ്റേഷൻ്റെ എൻട്രൻസ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്റ്റേഷനകത്ത് കയറി. പ്ലാറ്റ്ഫോം നമ്പർ 6 വന്ദേ ഭാരത് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നുണ്ട് വന്ദേ ഭാരത്. ഇപ്പോൾ ഡോറൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല അവർ. കറക്റ്റ് 7 o'clock ഡോർ ഓപ്പൺ ചെയ്തത്. അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഈ വന്ദേ ഭാരത് കാണുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ബാറ്ററി കാർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ആൾക്കാരെ എടുത്തുകൊണ്ടൊക്കെ. പിന്നെ പാസഞ്ചേഴ്സ് അപ്പോൾ ഡോർ ഓപ്പണായി, പാസഞ്ചേഴ്സൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മോളും കയറി, അവളുടെ സീറ്റിലൊക്കെ കയറി ഇരിക്കാനായിട്ട് അങ്ങനെ മോളും കയറി. അപ്പം ഞങ്ങൾ ട്രെയിൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഗേറ്റ് ഇനിയിപ്പോൾ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പൺ ആവില്ല. ആൾക്കാർ കയറലും ഇറങ്ങലും ഒക്കെ ആയിട്ട് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നമ്മൾ പാസഞ്ചേഴ്സിനെ നോക്കി ഇവിടെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ട്രെയിൻ മൂവായി തുടങ്ങി. അപ്പോൾ കറക്റ്റ് 7:45 ട്രെയിൻ ഇവിടുന്ന് മൂവായി. അങ്ങനെ മോളെ വന്ദേ ഭാരത്തിൽ കയറ്റി വിട്ടു ബാംഗ്ലൂർക്ക്. ഇപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ മരുതമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷൻ തന്നെ മഴ പെയ്ത് തുടങ്ങി. നമുക്ക് പാലക്കാട് മഴയുണ്ടായിരുന്നില്ല. കോയമ്പത്തൂർ സ്റ്റേഷൻ്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചാറി അവിടേക്ക് നനഞ്ഞിരുന്നു. ഇപ്പോഴും മഴ മെല്ലെ ചാറിക്കൊണ്ടേ ഇരിക്കണുള്ളൂ, അല്ലാതെ ഹെവി റെയിനൊന്നുമല്ല. ഞങ്ങളിപ്പോൾ മരുതമല റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വടവള്ളിയിൽ നിന്ന് അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ആനന്ദാസ് ഇവിടെയാണ് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത്. ഞാൻ മറ്റേ വെൺപൊങ്കലും വടയും ആണ് മേടിച്ചത്, ഹസ്ബൻഡ് മറ്റേ അണിയൻ റോസ്റ്റും. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളുടെ ജേണി സ്റ്റാർട്ടായി. ഇനിയിപ്പോൾ നേരെ മരുതമലയ്ക്കാണ് പോകുന്നത്. ഞാൻ മരുതമലയിൽ പോയിട്ട് കുറേ വർഷങ്ങളായി. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് പോയതാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ പോകുന്നത്. ഭാരതിയാർ യൂണിവേഴ്സിറ്റി. ഇത് കാണുമ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഡെയിലി വേജസ് ആയിട്ട് നമുക്ക് ആദ്യം അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് അവിടെ ജോബ് കിട്ടിയിരുന്നു. ഒരു 3 months ഞാൻ പോയി. അപ്പോഴത്തേനും എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ദുബായിക്ക് പോയി. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല. ഒരു ഫാമിലി ആയിട്ട് ഞാൻ ദുബായിൽ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും കൂടെയൊക്കെ ഞാൻ ജീവിച്ചു. സോ ഐ എം ഹാപ്പി. ഇപ്പോൾ മരുതമല എത്തി. ഇതിപ്പോൾ അടിവാരമാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ നമുക്കറിയാമല്ലോ, ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വയ്ക്കുന്ന ആൾക്കാർക്ക് മേടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അടിവാരത്തിൽ താഴേന്ന് കയറുന്നില്ല, മലയുടെ മുകളിലേക്ക് വണ്ടി പോകും. അതായത് 2 വീലേഴ്സ്, കാറ്, ബസ് ഒക്കെ ഈ റോഡിൽ കൂടെ പോകും. അതിന് നമുക്ക് അഡീഷണലായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം.
അപ്പോൾ ആ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഇപ്പോൾ ഈ റോഡ് പുതിയതായിട്ട് അവർ ഒന്നും കൂടെ പുതുക്കിയതാണ്. അപ്പോൾ റോഡ് നന്നായിട്ടും ഉണ്ട്. അപ്പോൾ മല നമുക്ക് കയറേണ്ട ആവശ്യമില്ല, മുഴുവനും കയറേണ്ട ആവശ്യമില്ല. അന്നൊക്കെ ഞാൻ കയറുമായിരുന്നു, പക്ഷേ ഇപ്പോൾ മറ്റേ കയറാനായിട്ട് മുട്ടുവേദനയൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ മലയുടെ മുകളിലേക്ക് തന്നെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ സ്റ്റെപ്സ്. അപ്പോൾ അതിൽ കൂടെയാണ് നമുക്ക് കയറി വരേണ്ടത്. കണ്ടില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ മണ്ഡപങ്ങളൊക്കെ. അപ്പോൾ ടൂ വീലർ എന്താ പോകുന്നുണ്ട്, ടൂ വീലറുണ്ട്, കാറുണ്ട്, ബസ്സുണ്ട്, എല്ലാം നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മലയുടെ മുകളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈഫ് എന്ത് കംഫർട്ടബിളാണല്ലേ, അങ്ങനെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോന്ന് അവർ ചെയ്യുമ്പോൾ. ഇപ്പം മലയുടെ മുകൾ വശത്തേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ അവിടെ സ്കൂട്ടേഴ്സും ബൈക്സും പിന്നെ കാറ്, ബസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ വീണ്ടും മലയിൽ കയറാനായിട്ട് പോവാണ്. ഇവിടുന്ന് ഒരു ഏകദേശം 100 സ്റ്റെപ്സ് ഉണ്ട് കയറാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കയറി മോളി വന്നു. നല്ല തിരക്കായിരുന്നു. ഇന്നിപ്പോൾ ഷഷ്ടിയാണ് പറഞ്ഞു, അതിൻ്റെ തിരക്കാണ് എന്ന്. പിന്നെ കല്യാണവും ഉണ്ടായിരുന്നു. കല്യാണങ്ങൾ 2-3 ഉണ്ടായിരുന്നു. ഇപ്പോൾ മോളിൽ നിന്നുള്ള വ്യൂ ആണിത്. കണ്ടില്ല എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ മുകളിൽ കുറച്ച് നേരമൊക്കെ നിന്ന് മറ്റെന്താ പറയുക, ഒന്നും കൂടെയൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ അതിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ താഴേക്ക് പിന്നെ തിരിച്ചു വന്നു. ഇതിപ്പോൾ മുകളിലത്തെ വ്യൂ തന്നെയാണ്. മുകളിൽ ഫുള്ളായിട്ട് ഇപ്പം ഞാനിങ്ങനെ ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട് അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ. ഇത് മലയുടെ മുകളിലാണ്. ഇപ്പോഴും എന്തൊക്കെയോ പണി അവിടെ നടക്കുന്നുമുണ്ട്. പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തൊഴുത ശേഷം ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ്, അതേ റോഡിൽ കൂടെ തന്നെ. ഇപ്പം നമ്മൾ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എനിക്ക് പോയി പ്രാർത്ഥിക്കേണ്ടത് പേരൂരാണ്. ഇതിപ്പോൾ എൻട്രൻസ് നമ്മൾ കയറിയില്ലേ ആ ഭാഗമാണ്. ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് പേരൂരും അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ പേരൂർ അമ്പലത്തിൽ ശിവൻ്റെ അമ്പലമാണ്, നല്ല ഫേമസ് ടെമ്പിളാണ്. അപ്പോൾ അവിടെയും പോയി തൊഴണം എന്ന് എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും നല്ല പച്ചപ്പ്, നല്ല ഒരു ലൊക്കേഷനാണ് ഈ ഏരിയ. മരുതമലയ്ക്ക് വരുന്ന ഈ ഏരിയ നല്ല ഒരു ഗ്രീനറിയും ഒക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ പേരൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അമ്പലം എത്തി. ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കാറ് പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ അകത്ത് കയറി തൊഴുതു. അകത്തുനിന്ന് അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, പോയി തൊഴുതിട്ട് വരിക ചെയ്തത്. ഇവിടെയും കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മുഹൂർത്ത ദിവസമാണ് തോന്നുന്നു. അപ്പോൾ മരുതമലയിലും ഉണ്ടായിരുന്നു കല്യാണം, ഇവിടെ ഉണ്ടായിരുന്നു കല്യാണം. പേരൂരമ്പലത്തിലും ഇങ്ങനെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. കുംഭാഭിഷേകം എന്തോ ആണെന്നാണ് പറഞ്ഞത്. കണ്ടില്ല നല്ല പണിയാണ് അകത്ത്. അപ്പോൾ അങ്ങനെ എന്തായാലും നന്നായിട്ട് തൊഴാനും പറ്റി. അങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി തിരിച്ചിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ഒരു തടസ്സവും കൂടാതെ തിരക്കുണ്ടെങ്കിലും നന്നായിട്ട് കയറി ഭഗവാനെ കണ്ട് തൊഴാനൊക്കെ ആയിട്ട് പറ്റിയതിൽ നല്ലൊരു സന്തോഷമായിരുന്നു. വിചാരിച്ച കാര്യമൊക്കെ നടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നൊങ്ക് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നൊങ്ക് വലിയ ഇഷ്ടമാണ്. മറ്റേ സമ്മർ ടൈമിലൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വരും, അപ്പോൾ ഞാൻ ചെറുതായിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ സമയം മുതലേ എനിക്കിഷ്ടമാണ്. അപ്പോൾ നൊങ്ക് കണ്ടപ്പോൾ ഇങ്ങനെ വെട്ടി നൊങ്ക് മേടിക്കുകയാണ്. ഇത് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് കഴിച്ചൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കഴിച്ചത്. ഇപ്പോൾ തിരിച്ച് നമ്മൾ പാലക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് എത്തി. ഇത് കഴിയുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ കേരളത്തിനകത്തേക്ക് കയറുകയാണ്. അങ്ങനെ കോയമ്പത്തൂർ യാത്ര കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. രാവിലെ 5:40 ഇവിടുന്ന് പോയി. ഇപ്പോൾ ഒരു 12:45 ആകുമ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീടെത്തുകയും ചെയ്തു. എന്തായാലും മഴയൊന്നും പെയ്ത് ബുദ്ധിമുട്ടിച്ചുമില്ല. ഞങ്ങൾ വരുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യാത്രയൊക്കെ നല്ല പെർഫെക്റ്റ്ലി ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളനി എത്തി. അപ്പോൾ വണ്ടി തിരിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു നല്ല ഹാപ്പി ഡേ ആയിരുന്നു.
നമ്മൾ മരുതമലയിൽ നിന്ന് പ്രസാദം മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുമുണ്ട്. പിന്നെ മേടിച്ച നൊങ്കിന് പിന്നെ എനിക്ക് ഒരു ക്ഷമയുണ്ടായിരുന്നില്ല. വേഗം കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നൊങ്കും കഴിച്ചു. ഇതാണ് വൃത്തിയാക്കിയ നൊങ്ക്. അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ചാനൽ.